ഇതിലെവിടുന്ന സ്ഥലം? പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവ് നിങ്ങളോടുകൂടെ. നിങ്ങളുടെ കുഞ്ഞിന് എന്ത് പേരിടാൻ ആഗ്രഹിക്കുന്നു? സനിലിന് വേണ്ടി നിങ്ങൾ എന്താണ് തിരുസഭയോട് അഭ്യർത്ഥിക്കുന്നത്? മാമോദീസ, ഞാൻ സ്നാനം, വല്ല വിശ്വാസം, വല്ല പ്രസാദപരം, വല്ല നിത്യജീവൻ, സഭാംഗത്വം, ഇതൊക്കെയാണ് ഈ കുഞ്ഞിനെ ഈ ദിവ്യ കുദാശയിലൂടെ ലഭിക്കാനായിട്ട് പോകുന്നത്. ഈ കുഞ്ഞിന് നിങ്ങൾ ജ്ഞാനസ്നാനം നൽകാൻ ആഗ്രഹിക്കുന്നു. അവളെ വിശ്വാസത്തിൽ വളർത്താനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് നിങ്ങൾ. കൃഷ്ണനാഥൻ പഠിപ്പിച്ചതുപോലെ ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിച്ച് ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ ഇവളെ സഹായിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാകുന്നു. നിങ്ങൾ ഏറ്റെടുക്കുന്ന ചുമതലയുടെ ഗൗരവം നിങ്ങൾക്കറിയാമോ? ക്രൈസ്തവ മാതാപിതാക്കന്മാർ എന്ന നിലയിൽ തങ്ങളുടെ ചുമതല നിർവഹിക്കുവാൻ ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളെ സഹായിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാണ്. പ്രിയ കുഞ്ഞെ, അത്യന്തം സന്തോഷത്തോടു കൂടെയാണ് ക്രൈസ്തവ സമൂഹം നിന്നെ സ്വാഗതം ചെയ്യുന്നത്. ഞാൻ ഈ സമൂഹത്തിന്റെ നാമത്തിൽ നിന്നെ കുരിശടയാളത്താൽ രക്ഷിതാവായ ക്രിസ്തുവിന് ഉടമപ്പെടുത്തുന്നു. ഇതാ നിന്റെ നെറ്റിത്താഴത്തിൽ ഞാൻ കുരിശ് വരയ്ക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി നിന്റെ മാതാപിതാക്കളെയും ജ്ഞാനപിതാക്കളെയും ക്ഷണിക്കുന്നു. കുരിശ് വരയ്ക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഔസപിതാവേ, വിശുദ്ധ സ്നാപയോഹന്നാനെ, വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ അന്തോനീസേ, സകല വിശുദ്ധരെ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ദുർഭൂതങ്ങളെ ഉച്ചാരണം ചെയ്തതും മനുഷ്യനെ അന്ധകാരത്തിൽ നിന്ന് അകറ്റി അങ്ങയുടെ പ്രകാശപൂർണമായ രാജ്യത്തിലേക്ക് ആഗ്രഹിക്കുന്നതുമായ ഏകജാതനെ ലോകത്തേക്ക് അയച്ചവരുടെ ശിശുവിനെ ഉത്ഭവപാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് അങ്ങയുടെ മഹിമ നിറഞ്ഞ ആലയമാക്കണം. ഇവളിൽ അധിവസിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ അയക്കണമേ. നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ രക്ഷാകന തൈലം കൊണ്ട് നിന്ന് ഞാൻ അഭിഷേകം ചെയ്യുന്നു. അവിടുത്തെ ചൈതന്യം നിന്നെ ശക്തിപ്പെടുത്തുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി നിങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. മാതാപിതാക്കളെ, ജ്ഞാനപിതാക്കളെ, നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ശിശു ദൈവകൃപയാൽ ജ്ഞാനസ്നാനം വഴി ജലത്താലും പരിശുദ്ധാത്മാവിനാലും പുതുജീവൻ പ്രാപിക്കാൻ പോവുകയാണ്. ആ ദൈവിക ജീവൻ പാപസ്പർശമേൽക്കാതെ അനുദിനം വളരുന്നതിന് വേണ്ട വിശ്വാസ ശിക്ഷണകൾക്ക് നൽകുക നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ വിശ്വാസത്താൽ പ്രേരിതരായി കടമായി ഏറ്റെടുക്കുവാൻ സന്നദ്ധരാണെങ്കിൽ നിങ്ങളുടെ തന്നെ ജ്ഞാനസ്നാനം അംഗീകരിച്ചുകൊണ്ട് പാപം ഉപേക്ഷിക്കുകയും ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യും. ഉയർത്തെഴുന്നേറ്റവൻ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനുമായ നമ്മുടെ കർത്താവ് ഈശ്വമിശിഹായിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും കൃത്യമായ ജീവിതത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇതാണ് നമ്മുടെ വിശ്വാസം. ഈ തന്നെ സഭയിലെ വിശ്വാസം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഇത് പ്രഖ്യാപിക്കുന്നതിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു. സഭയുടെ വിശ്വാസം നാം ഒന്നിച്ചാലും പ്രഖ്യാപിക്കും. വിശ്വാസത്തിൽ നാസിയാസിനെ ജ്ഞാനസ്ഥാനപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഫോട്ടോ എടുക്കും മുഖം മറന്നു. ദാസ്യാസനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്ന് ഞാൻ സ്നാനപ്പെടുത്തുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവും സർവശക്തനുമായ ദൈവം നിന്നെ പാപത്തിൽ നിന്ന് മോചിക്കുകയും ജലത്താലും പരിശുദ്ധാത്മാവിനാലും നവജീവൻ നൽകി ദൈവജന സമൂഹത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു.
പുരോഹിതനും പ്രവാചകനും രാജാവുമായി അഭിഷേകപ്പെട്ട ക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തിൽ അംഗമായി സനിൽ നീ ഇപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാണ്. നീ ക്രിസ്തുവിനെ വെള്ളവസ്ത്രമായി അണിഞ്ഞിരിക്കുന്നു. ഈ വെള്ളവസ്ത്രം നിനക്ക് ക്രൈസ്തവ പദവിയുടെ ബാഹ്യചിഹ്നമായിരിക്കട്ടെ. ബന്ധുമിത്രാദികളുടെ ഉപദേശത്താലും ജീവിത മാതൃകയാലും പ്രചോദിതയായി മഹിമയേറിയ ഈ പദവി മലിനപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ച് നിത്യസൗഭാഗ്യത്തിന് അർഹയാകുക. ആശം സ്വീകരിക്കുവിൻ. മാതാപിതാക്കന്മാരെ, ജ്ഞാനപിതാക്കളെ, ഈ ദീപം ഒരിക്കലും പൊലിയാതെ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങൾ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞ് ക്രിസ്തുവിനാൽ പ്രകാശിതയാണ്. നിങ്ങളെന്നും വെളിച്ചത്തിന്റെ മകളായി ജീവിക്കേണ്ടവളാണ്. വിശ്വാസത്തിന്റെ ദീപം ഇവരുടെ ഹൃദയത്തിൽ തിളങ്ങി വിളങ്ങുമാറാകട്ടെ. ദിവ്യനാഥൻ വരുമ്പോൾ സ്വർഗസ്ഥരായ എല്ലാ വിശുദ്ധരോടും ഒത്ത് അവർക്ക് എതിരേൽക്കുവാൻ അവർക്ക് ഭാഗ്യം ലഭിക്കട്ടെ. ക്രിസ്തുനാഥൻ ചെറുതനെ കേൾവിയും ഊമന് സംസാര ശക്തിയും നൽകി. ദൈവവചനം കേൾക്കുന്നൊരു ചെവികളെയും പിതാവായ ദൈവത്തിന്റെ സ്തുതിക്ക് മഹിമയ്ക്ക് വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് അതിരങ്ങളെ സ്പർശിക്കട്ടെ. വത്സല സഹോദരരെ, ഈ കുഞ്ഞ് ജ്ഞാനസ്നാനം വഴി പുതുജന്മം പ്രാപിച്ചിരിക്കുന്നു. ഇവൾ ദൈവമകൾ എന്ന് വിളിക്കപ്പെടുന്നു. മാത്രമല്ല, ഇവൾ ദൈവമകൾ തന്നെയാണ്. സ്ഥലലേപനത്തോടെ പരിശുദ്ധാത്മാവിന് അനുഗ്രഹപൂർണ്ണ ഇവൾക്ക് ലഭിക്കും. ഇവൾ കർത്താവിന്റെ ബലിയെ സംബന്ധിച്ച് ദിവ്യവിധിയിൽ പങ്കുകൊള്ളും. സഭാ സമൂഹത്തോട് ചേർന്ന് ദൈവത്തെ പിതാവെന്ന് വിളിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിന്റെ തൃപ്തരായി നമുക്ക് ഈ കുഞ്ഞിന്റെ നാമത്തിൽ കർത്താവിന്റെ പ്രാർത്ഥന ചൊല്ലാം. എല്ലാവരും ഒന്നിച്ച്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ജാതനാകുവാൻ ദൈവം തിരുമനസ്സായി ക്രിസ്തു വഴി തങ്ങളുടെ സന്താനങ്ങൾക്ക് നിത്യായുസ് ലഭിക്കുമെന്ന പ്രത്യാശ ക്രൈസ്തവ മാതാക്കളിൽ ആനന്ദം ഉളവാക്കുന്നു. സന്താനലംബിക്ക് എന്ന് പറയുന്ന ഈ അമ്മ മകളോടുകൂടി കർത്താവായ ക്രിസ്തു വഴി ദൈവത്തെ അനവരതം സ്തുതിക്കുവാൻ ഇടവരികയും ചെയ്യുമാറാകട്ടെ. ഭൗമികവും ആത്മീയവുമായ ജീവന്റെ ഉറവിടമായ ദൈവം ഈ കുഞ്ഞിന്റെ പിതാവിനെ അനുഗ്രഹിക്കട്ടെ. ഉപദേശവും ജീവിത മാതൃകയും വഴി ഈ മകളെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തുവാൻ ദൈവം ഇയാളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജലത്താലും പരിശുദ്ധാത്മാവിനാൽ നമുക്ക് പുതിയ നൽകിയ സർവശക്തനായ ദൈവം ഇവിടെ സ്ഥിതരായിരിക്കുന്ന വിശ്വസ്ത മക്കളായി നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ലഭിച്ച ആധ്യാത്മിക ജീവൻ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാവരിലും ക്രിസ്തുവിന്റെ സമാധാനം വർഷിക്കുകയും ചെയ്യുമാറാവട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവേശ്വരന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നു തന്നെ എന്നും നിലനിൽക്കുമാറാവട്ടെ.